നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഒരാഴ്ചയായി ഹൂത്തികളുടെ ആക്രമണം വർദ്ധിക്കുകയാണ്. ഇതിന് മറുപടിയായി ശക്തമായിട്ടുള്ള തിരിച്ചടിയാണ് കഴിഞ്ഞ ദിവസം യമനിലേക്ക് ഇസ്രായേൽ നടത്തിയത്. യമന്റെ തന്ത്രപ്രധാനമായിട്ടുള്ള പല ഭാഗങ്ങളും, അതിൽ വിമാനത്താവളങ്ങളുണ്ട്, അതുപോലെ തന്നെ സൈനിക താവളങ്ങളെല്ലാം തന്നെ ഇസ്രായേൽ തകർത്തെറിഞ്ഞു. അതിൽ വെള്ളിയാഴ്ച പുലർച്ചെ യമനിൽ നിന്ന് ഇസ്രായേലിലേക്ക് വിക്ഷേപിച്ച ഹൂതി ബാലിസ്റ്റിക് മിസൈലിന്റെ തടസ്സത്തിൽ ഒരു അമേരിക്കൻ മിസൈൽ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചിട്ടുണ്ട്. ഒക്ടോബറിൽ ഇസ്രായേൽ ഇത് നൽകിയതിനു ശേഷം ആദ്യമായിട്ടാണ് ഈ സംവിധാനം ഉപയോഗിച്ചിരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, താഡ് അല്ലെങ്കിൽ ടെർമിനൽ ഹൈ ഓൾട്ടിറ്റ്യൂഡ് ഏരിയ ഡിഫൻസ് സിസ്റ്റമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത ദൃശ്യങ്ങൾ താഡ് സിസ്റ്റം ഒരു ഇന്റർസെപ്റ്റർ വിക്ഷേപിക്കുന്നതായി കാണിച്ചിട്ടുണ്ട്. അമേരിക്കയുടെ സ്വന്തം താഡ് ഉപയോഗിച്ച് കാണാനായി 18 വർഷമായി ഞാൻ ഇതിനായി കാത്തിരിക്കുകയാണെന്നാണ് ഒരു അമേരിക്കൻ സൈനികൻ പറയുന്നത്. ഇസ്രായേലിയാണോ അമേരിക്കയാണോ എന്ന് വ്യക്തമാക്കാതെയാണ് ഹൂതി മിസൈൽ വായുവിൽ ഭസ്മമായത്. താഡ് മിസൈൽ തടഞ്ഞുവെന്നും മിസൈൽ പ്രതിരോധത്തിൽ ഇസ്രായേൽ പങ്കാളിത്തം ഇസ്രായേലിന്റെ എതിരാളികൾക്ക് പ്രകടമാക്കുന്നതിലൂടെ മിഡിൽ ഈസ്റ്റിൽ പ്രതിരോധം ശക്തി പ്രാപിക്കുമെന്നും ഇസ്രായേൽ പ്രതികരിച്ചു. മുൻ എയർ ഡിഫൻസ് കമാൻഡർ ബ്രിജി ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ തങ്ങളുടെ സേനയെ ഇസ്രായേൽ കമാൻഡിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളതിനാൽ ഇസ്രായേലിലെ വ്യോമ പ്രതിരോധ പ്രവർത്തനം അസാധാരണമാണെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഒക്ടോബർ 1 ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തെ തുടർന്നാണ് താഡ് ബാറ്ററി ഇസ്രായേലിൽ വിന്യസിച്ചത്. യമനിലെ വിമത തലസ്ഥാനമായ സനയിൽ ഒരു പുതിയ വ്യോമാക്രമണം നടന്നതായി വെള്ളിയാഴ്ച വൈകുന്നേരം ഇറാന് പിന്നിലുള്ള ഹൂത്തികൾ പറഞ്ഞിരുന്നു. എന്നാൽ ആരാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പെട്ടെന്ന് വ്യക്തമല്ല എന്നായിരുന്നു അറിയിച്ചത്. ഹൂത്തികൾ ആക്രമണത്തെ ബ്രിട്ടീഷ് ആക്രമണമാണെന്നാണ് കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. ഇസ്രായേലിൽ നിന്നോ നിന്നോ ബ്രിട്ടനിൽ നിന്നോ ഉടനടി അഭിപ്രായമൊന്നും പക്ഷേ ഉണ്ടായില്ല. ഇസ്രായേലിന് നേരെയുള്ള ഹൂത്തികളുടെ പ്രീ ഡൺ ഫ്രൈഡേ മിസൈൽ ആക്രമണം കഴിഞ്ഞ് 8 ദിവസത്തിനുള്ളിൽ 5ാമത്തെ ആക്രമണമായിരുന്നു ഇത്. മധ്യ ഇസ്രായേലിന്റെ വലിയ ഭാഗങ്ങളിൽ സൈറണുകൾ മുഴക്കുന്നതിന് ഇത് കാരണമായി. ഇറാൻ പിന്തുണയുള്ള സംഘം ബെൻ ഗൂറിയോൺ വിമാനത്താവളം ലക്ഷ്യമിട്ടതായും അവകാശപ്പെട്ടു. ബോംബ് ഷെൽട്ടറുകളിലേക്ക് കുതിക്കുന്നതിനിടെ 18 പേർക്ക് നിസാര പരിക്കേറ്റതായും 2 പേർക്ക് കടുത്ത ആങ്സൈറ്റി അറ്റാക്സ് ഉണ്ടായതായി മാഗൻ ഡേവിഡ് അഡോം ആംബുലൻസ് സർവീസ് അറിയിച്ചു. ഹമാസിനെ പിന്തുണച്ച് ഹൂത്തി വിമതർ ഇടയ്ക്കിടെ ഇസ്രായേലിന് നേരെ മിസൈൽ ആക്രമണങ്ങളും ഡ്രോൺ ആക്രമണങ്ങളും നടത്തുന്നുണ്ട്. അതിന്റെ തുടർച്ചയായിരുന്നു ഇതും. എന്നാൽ ഇക്കുറി ഇസ്രായേൽ തിരിച്ചടിക്കുകയായിരുന്നു. ഹൂത്തികളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ നശിപ്പിക്കാൻ ഞങ്ങളുടെ സൈന്യത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാരണം ഞങ്ങളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന ആരെയും പൂർണ്ണ ശക്തിയോടെ ആക്രമിക്കുമെന്നാണ് നെതന്യാഹു പാർലമെന്റിൽ പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച തുറമുഖങ്ങളും ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങളും ലക്ഷ്യമിട്ട് സനയിലും ഹുദൈദയിലും ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയിരുന്നു. ആക്രമണത്തിൽ 9 പേർ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട്.